ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അതേ പാർട്ട് 2 ഗൗരി ശങ്കരത്തിൻ്റെ രണ്ടാമത്തെ ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് നമുക്ക് പോകാട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശരവണനെയാണ്. അപ്പോൾ ശരവണൻ എന്താ പറയുക, കടലോരത്തേക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുട്ബോൾ അടിച്ചടിച്ച് കളിക്കുന്നു. അപ്പോൾ കമലയുണ്ട്, ഗൗരിയുണ്ട്. മോനെ ഒരുപാട് ദൂരേക്ക് പോകണ്ട എന്നിങ്ങനെ നമ്മുടെ ഗൗരി വിളിച്ചിങ്ങനെ പറയാണ്. അപ്പം നമ്മുടെ എന്താ പറയുക, ശരവണൻ ഗൗരിയുടെ അടുത്തേക്ക് വന്നിട്ട്, എൻ്റെ ഗൗരി, ഞാൻ ഗൗരിയുടെ കൺവെട്ടത്ത് തന്നെയില്ലേ, പിന്നെ എന്തുട്ടാ ഇപ്പം പ്രശ്നം? ഒരു പ്രശ്നമില്ല കേട്ടോ. ദേ, നീ എപ്പ എന്റെ കൺമുന്നിൽ തന്നെ വേണോട്ടോ. ദേ, ഇവിടെ നിന്നങ്ങ് കളിച്ചാൽ മതി, മനസ്സിലായോ? അതെങ്ങനെ ശരിയാവും എന്റെ ക്ടാവേ? കുട്ടികൾക്ക് ഇത്തിരി സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ? ശങ്കർബായി ദേ എന്താ കാണാണ്ടാവാത്തതുപോലെ എന്നെയും കാണാണ്ടാവോന്ന് പേടിയാണോ അമ്മയ്ക്ക്? എന്നാ പേടിക്കണ്ട കേട്ടോ, എന്നെ അങ്ങനെയൊന്നും കാണാണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് വീണ്ടും ശരവണൻ അവിടെ പോയി നിന്ന് കളിക്കാണ് കേട്ടോ. അപ്പൊ ഗൗരി കരയാണ്. ഗൗരി, നീ എന്തിനായി കരയുന്നത്? നീ കരയുന്നത് കണ്ടാല് മോന് വിഷമാവില്ലേ? നീ കണ്ണു തുടയ്ക്ക എന്ന് പറഞ്ഞു കമല. അതെ, ശരിയാ കമലയെടുത്തി. പക്ഷേങ്കില് സത്യം പറഞ്ഞാല് കമലയെടുത്തി, ഇവന് അല്പം പോലും ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കാറില്ല അല്ലേ? വെറുതെ നീ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടല്ലേ. അങ്ങനെയൊന്നും അല്ല കമലയെടുത്തി, ശരിക്കും അങ്ങനെ തന്നെയാ. കുഞ്ഞാണെങ്കിലും അവൻ പറഞ്ഞതും സത്യം തന്നെയല്ലേ? എന്താ ശരിയല്ലേ? എന്റെ ശങ്കറിനെ നഷ്ടപ്പെട്ടതുപോലെ തന്നെ എന്റെ മോനെയും എനിക്ക് നഷ്ടപ്പെട്ടു പോവോന്ന് പേടിയാ എനിക്ക്. ഗൗരി, അമ്മമാര് എല്ലാവരും മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ആണോ കമലയെടുത്തി? അവന്റെ കാര്യത്തില് ഞാൻ ഓവർ കൺസേൺഡ് ആണ് എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത എന്റെ ഈ സ്നേഹം ഭാവിയില് അവനൊരു ശല്യമായി മാറുവോ? ഗൗരി, ശരവണൻ അവനവന്റെ അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ സ്നേഹം ഒരിക്കലും അവനൊരു ശല്യമായി മാറുകയില്ല. നീ അതോർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇവ ഇങ്ങനെ ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോൾ അടിച്ചു. അപ്പൊ ആരോ ഒരാള് ആ ബോളില് ഫുട്ബോളിൽ ഇങ്ങനെ ചവിട്ടി പിടിക്കുകയാണ്. എന്നിട്ട് ആ ബോൾ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവനാണ് കേട്ടോ. അപ്പൊ തേണ്ട നമ്മുടെ ശരവണ അങ്ങോട്ട് വന്നിട്ട്, എന്റെ ബോളിങ് തന്നെ എന്ന് പറഞ്ഞു വേഗം ആ ബോൾ വാങ്ങിയിട്ട് തിരിച്ച് നടക്കുകയാണ്. പക്ഷെ എപ്പോഴും എവിടെയോ ഒരു സംശയം വന്നു നമ്മുടെ ശരവണ്ണ. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഓൾഡ് മാൻ എന്ന് വിളിച്ചു. അതെ, നമ്മൾ തമ്മില് നേരത്തെ ഏതെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ തമ്മില് ഒരു ചെറിയൊരു ബന്ധം ഉണ്ടടാ ക്ടാവേ എന്ന് പറഞ്ഞു. ബന്ധോ? അപ്പൊ ആള് വേഗം നേണ്ട പിന്നെയും നമ്മുടെ മഹാദേവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ചെന്നിട്ട്, ബന്ധം ഉണ്ടെന്നോ? ചെറിയ ബന്ധോ? എന്റെ ക്ലാസ്സിലെ പ്രിയയുടെ ആരെങ്കിലും ആണോ? അല്ല, പ്രിയയുടെ ആരുമില്ല എന്ന് പറഞ്ഞു മഹാദേവൻ. വൈഷ്ണവി, ദിവ്യ, ദേവപ്രഭ, മെർലിൻ, വനജ, ഇവരുടെ ആരെങ്കിലും ബന്ധമാണോ? എടാ, നീ ഒരു കാട്ടു കോഴി തന്നെയാണല്ലോടാ എന്ന് പറഞ്ഞ് മഹാദേവൻ ഇങ്ങനെ ചിരിക്കുക. അതെ, എടാ പോടാന്നൊന്നും വിളിക്കണ്ട കേട്ടോ. ഞാൻ ശങ്കർ ബായിയുടെ മോനാ, ശരവണൻ. ആണോ എന്ന് ചോദിച്ചോ. നീയേ ശങ്കർ ബായിയുടെ മോനാണെങ്കിൽ ഞാനേ ആ ശങ്കർ ബായിയുടെ തന്തയാ, തന്ത. മനസ്സിലായോ? ചാരങ്ങാട്ടു മഹാദേവൻ. മനസ്സിലായോടാ ക്ടാവേ? അപ്പോഴേ എനിക്ക് നിന്നെ ഡാന്ന് വിളിക്കാം, മനസ്സിലായടാ? എന്താ അങ്ങനെ വിളിച്ചൂടെ? ഓഹോ, വെറുതെ അല്ലട്ടോ, ഫേസ് നല്ല പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കാരണമുണ്ട്. അപ്പോ ഈ ഐറ്റാണല്ലേ ചാരങ്ങാട്ട് മഹാദേവൻ? ആ അതെടാ, ഈ ഐറ്റം തന്നെയാ നിന്റെ മുത്തശ്ശൻ ചാരങ്ങാട്ട് മഹാദേവൻ. മനസ്സിലായോ? അപ്പൊ ഭയങ്കര സന്തോഷത്തിലാട്ടോ. എന്റെ ഒരേ ഒരു പേരക്കുട്ടിയാടാ ചക്കരേ നീയാ എന്ന് പറഞ്ഞ് നമ്മുടെ ശരവണനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി മഹാദേവന്. പേരക്കുട്ടിയെ കണ്ടപ്പോഴത്തേനും ആള് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ, ഭയങ്കര സന്തോഷത്തില്. അപ്പോഴാണ് ഗൗരിയും കമലയും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അച്ഛൻ എന്ന് വിളിച്ചു കേട്ടോ. അച്ഛ എന്ന് വേഗം ഗൗരി വിളിച്ചു കേട്ടോ. അപ്പൊ ആള് ഭയങ്കര സന്തോഷത്തിലായി. അപ്പൊ വേഗം തന്നെ ഗൗരിയെ കണ്ടപ്പോഴത്തേനും മഹാദേവൻ ആളാകെ ഒരുപാട് മാറിയിരിക്കുന്നു കേട്ടോ. പണ്ടത്തെ ആളേ അല്ല നമ്മുടെ മഹാദേവൻ, ആൾ ഒത്തിരി മാറിപ്പോയിരിക്കുന്നു. അപ്പം ഗൗരി എന്ന് വിളിച്ചു. ദേ, ഇവൻ എന്റെ കുട്ടി ശങ്കറിന്റെ തനി പകർപ്പാണല്ലോ ഗൗരിയെ. ശങ്കറിന്റെ അതേ സൗണ്ടിലൊക്കെ ഇവൻ സംസാരിക്കൂട്ടോ ഇടയ്ക്ക്. മുത്തശ്ശന്റെ കിടാവ് ആള് കൊള്ളാലോ. ഇവനെ പഞ്ചാരയുടെ അസുഖം ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഇവൻ പതുക്കെ ഇങ്ങനെ മുത്തശ്ശന്റെ ഉള്ളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇതാ കമലേ, നീ എന്താ ഒന്നും മിണ്ടാതെ നിക്കണത് എന്ന് ചോദിച്ചു. സുഖല്ലേ നിനക്ക്? സുഖ അച്ഛാ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ കമല ഗൗരിയുടെ കൂടിയാണ്. അപ്പൊ കമലെ, ഞാൻ ശിക്ഷ കഴിഞ്ഞ് ഇന്നലെ എത്തി. നീയും മോനും ചാരങ്ങാട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്.
ആ, ആരും എന്നോടൊന്നും പറഞ്ഞുമില്ല. അച്ഛൻ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ, പോവാം, വീട്ടിലേക്ക് തന്നെ പോവാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അത് ഇപ്പൊ താമസിക്കുന്ന ആ വീട്ടിലേക്കല്ല കേട്ടോ എന്ന് പറഞ്ഞു. നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടിലേക്ക്, അവിടേക്കാ പോവേണ്ടത്. വിഷമൊന്നും തോന്നരുത്, ഇനി ഞാൻ ചാരങ്ങാട്ടേക്കില്ല എന്ന് പറഞ്ഞു ഗൗരി. മോളെ, നീയും നിന്റെ കുഞ്ഞും ചാരങ്ങാട്ടാണ് കഴിയേണ്ടത്, അത് നീ മനസ്സിലാക്ക. അതെ, നിങ്ങളുടെ വീടാ, അത് നിങ്ങളുടെ വീടാ മോളെ എന്ന് പറഞ്ഞോട്ടോ. നിന്നെയും നിന്റെ വനെയും കൂട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ടാ അച്ഛൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീയും ഇവനും കമലയും ഒക്കെ എന്റെ കൂടെ വരണം, വന്നേ പറ്റൂ. അച്ഛ ചാരങ്ങാട്ടേക്ക് വരാനായിട്ട് ദയവ് ചെയ്ത് അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു ഗൗരി. ശരി, ഇനിയിപ്പോ നിന്റെ തീരുമാനം അങ്ങനെയാണ് എങ്കിൽ ഞാനിനി നിന്നെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ശരവണനെ പിടിച്ചിട്ട് ഞാൻ എന്റെ പേരക്കുട്ടിയെ ചാരങ്ങാട്ടേക്ക് കൊണ്ടുപോകും, അത് ആർക്കും തടയാനായിട്ട് കഴിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം വാടാ, നിനക്ക് ശങ്കർബായുടെ വീട് കണ്ടേ, പിന്നെ കാണണ്ടേ. അപ്പൊ ഇതേണ്ട ശരവണനെയും കൂട്ടി മഹാദേവൻ പോവാൻ തുടങ്ങുകയാണ്. ഞാനേ അപ്പൊ കിടാവിനെയും കൊണ്ട് ചാരങ്ങാട്ടേക്ക് വിടുക കേട്ടോ. അപ്പൊ ശരി കേട്ടോ ഗൗരിയെ എന്ന് പറഞ്ഞു. അപ്പൊ ഗൗരിക്ക് ആകെ നെഞ്ചു പട്ടപ്പെടാന്നിരിക്കാൻ തുടങ്ങി. അച്ഛാ അവനെ കൊണ്ടുപോകരുത്, ഇവനില്ലാതെ എനിക്ക് പറ്റില്ല അച്ഛാ, ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ ചാരങ്ങാട്ടേക്ക് ഞാൻ വരാം എന്ന് ഗൗരി സമ്മതിച്ചു. ഡാ, നിന്റെ അമ്മ സമ്മതിച്ച് കണ്ടോ? നീ കണ്ടോണ് നിന്റെ മുത്തച്ഛന്റെ ചാണക്യ ബുദ്ധി എങ്ങനെയുണ്ട് പറയടാ. അതെ ഓൾഡ് മാൻ, ദേ എന്റെ അമ്മയെ ചാരങ്ങാട്ടേക്ക് കൊണ്ടുപോകാനുള്ള നമ്പറാണെന്ന് എനിക്ക് അപ്പോഴേ തന്നെ മനസ്സിലായതാ കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഗൗരിയെ വിട്ട് ഞാൻ മുത്തശ്ശന്റെ കൂടെ വരുമെന്ന് മുത്തശ്ശന് തോന്നുന്നുണ്ടോ? ഡാ, നീ ശങ്കർബായിയുടെ കലങ്കില്ലാടിയാട്ടോ, നീ പൊളിയാട്ടോ മോനെ. അപ്പൊ മഹാദേവൻ ഇവരെയും കൂട്ടി നേരെ ചാരങ്ങാട്ടേക്ക് പുറപ്പെടുകയാണ്. അപ്പൊ ശരവണൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എല്ലാം ഒന്ന് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ചാരങ്ങാട്ടേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴേ എങ്ങനെ ഈ സമയത്താണ് നമ്മുടെ രാധാമണിയും ശേഖരനൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ രാധാമണിക്കും ശേഖരനും വലിയ മാറ്റമൊന്നുമില്ല. ആ രണ്ടുപേരുടെയും മുഖം കണ്ടാൽ തന്നെ ഇങ്ങനെ തേമ്പി പിടിച്ചുകൊണ്ടാണ് രാധാമണി വരുന്നത്. എന്താടി രാധേ, നിന്റെ മുഖം എന്താ ഇത്ര വലിയ വളിച്ചിരിക്കണത്? ഓ രാധാമണി തങ്കച്ചി, നിന്റെ മുഖത്തും നിന്റെ മോന്റെ മുഖത്തും എന്താ കടന്നല് കുത്തിയോ? ചാരങ്ങാട് വീട് ഉപേക്ഷിച്ചു പോയവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പൊ അടിക്കാനായിട്ട് ഇങ്ങോട്ട് ചെന്നപ്പം അച്ഛാ എന്ന് വിളിച്ചു ഗൗരി. അരുത്, വേണ്ട അച്ഛാ, ദേ എന്റെ ഗൗരി മോള് തടഞ്ഞത് കൊണ്ട് മാത്രാട്ടോ ഇപ്പൊ നീ രക്ഷപ്പെട്ടത്, കേട്ടോ രാധാമണി എന്ന് പറഞ്ഞു. നീ എന്താടി പറഞ്ഞത്? ഗൗരി ചാരങ്ങാട്ട് വീട് ഉപേക്ഷിച്ചു പോയി എന്നല്ലേ? അതോ ഉപേക്ഷിച്ചു പോവാനായിട്ട് ഈ പാവം പെങ്കൊച്ച് വീട് ഉപേക്ഷിച്ചു പോയതാണോടി? പറ, നീ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. നീയും നിന്റെ ഈ കടിഞ്ഞൂൽ സന്തതിയും കൂടി അപമാനിച്ചിട്ട് ഗൗരി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് സാഹചര്യം ഉണ്ടാക്കി, അതല്ലേടി സത്യം? എന്താടി നീ മിണ്ടാത്തത്? അതെ, വാ തുറന്ന് പറയടാ, മാപ്പ് പറ എന്ന് പറഞ്ഞു. നീ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾക്ക് മുഴുവൻ ഇവളോട് മാപ്പ് പറയാനാ പറഞ്ഞത്, പറയടി എന്ന് പറഞ്ഞു. വേണ്ടച്ചാ, അമ്മയോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല, എനിക്ക് അങ്ങനെ പരിഭവമില്ല. എന്നോട് അമ്മ ഒരിക്കലും മാപ്പ് പറയുകയും വേണ്ട. ഒരു കണക്കിന് അമ്മ അങ്ങനെ ചെയ്തത് കൊണ്ടാ എനിക്കിന്ന് എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞത്. അത് തന്നെ വലിയ കാര്യമല്ലേ അച്ഛാ? കേട്ടല്ലോ, ഇത്രയും മനസ്സിൽ നന്മയുള്ള ഈ പെൺകൊച്ചിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നീ ഈ കുടുംബത്തെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? പറയടി രാധേ. അച്ഛാ, അമ്മയെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കണ്ട, ഇത് ഞങ്ങളുടെ അമ്മയാണ്, അതുകൊണ്ട് ഞങ്ങളെയും അത് വേദനിപ്പിക്കും എന്ന് ഗൗരി ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ദേ അമ്മയോടും മോനോടും ഞാൻ ഒരു കാര്യം അതങ്ങ് പറഞ്ഞേക്കാട്ടോ. ഈ ചാരങ്ങാട്ട് കുടുംബത്തിന്റെ അനന്തരാവകാശിയാണ് ദേ ഈ കേറി വന്ന് നിൽക്കുന്നത്. ഇവനിലാണ് എനിക്ക് മുഴുവൻ പ്രതീക്ഷയുള്ളത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്റെ പേരക്കിടാവും ഈ ഗൗരിയും കമലയും ഇവിടെ തന്നെ, ഈ ചാരങ്ങാട്ട് കുടുംബത്തിൽ തന്നെ ഇവിടെ തന്നെ കഴിയും, മനസ്സിലായോ? അതിലാർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ നിമിഷം തന്നെ ഈ വീട് വിട്ടു പോവാം എന്ന് പറയണം. അപ്പൊ ഒന്നും മിണ്ടിയില്ല. രാധേ, എന്താ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ രാധാമണി ഒന്നും മിണ്ടിയില്ല. കുറച്ചേരം കഴിഞ്ഞിട്ട് ഇല്ല മോനെ ചാരങ്ങാട്ട് ശേഖര, നിനക്കോ? അപ്പൊ ശേഖരൻ കുറച്ചേരം ഇങ്ങനെ മുഖമൊക്കെ തിരിച്ചു നിന്നു. എന്താടാ
നിനക്കൊന്നും പറയാനില്ലേ? നിനക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടോ? എന്താ നീ മിണ്ടാത്തത്? അച്ഛന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ, ഞാൻ എന്തു പറയാനാ? അപ്പൊ നിനക്കും എതിർപ്പില്ല. നീ ഉണ്ടല്ലോ ഇനിയുള്ള കാലം ഈ പാപം കമലയോട് കൂടി സമാധാനത്തോടു കൂടി തന്നെ ജീവിക്കണം, മനസ്സിലായോ? അവളെ ഒരു വാക്കുകൊണ്ടെങ്കിലും നീ ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് ഈ വീട്ടിൽ നിന്ന് നീ പുറത്താ. ഓ മനസ്സിലായോടാ? ഓ എന്ന് വെച്ചു. ഇടി രാധാമണി തങ്കച്ചി, വേഗം ചെല്ല, നമ്മുടെ മരുമക്കളും പേരക്കുട്ടിയും ഒക്കെ തിരിച്ചു വന്നിരിക്കാം. നീയേ ഓടിച്ചെന്ന് ആരതി ഒഴിഞ്ഞ് അവരെ ഒന്ന് സ്വീകരിച്ചേ. ശരി, ആരതി ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് രാധാമണി അങ്ങ് പോവാണ്. അപ്പൊ പുറകിന്ന് എന്റെ പൊന്നമ്മേ എന്നൊരു വിളി. അമ്മയ്ക്ക് ഇപ്പോഴും ഗൗരിയോടുള്ള പിണക്കം മാറിയിട്ടില്ല അല്ലേ എന്ന് ശങ്കറിന്റെ ശബ്ദത്തിൽ നമ്മുടെ ശരവണൻ സംസാരിക്കുകയാണ്. രാധാമണിയുടെ കണ്ണ് തള്ളിപ്പോയിട്ടോ. ആളാകെ സെന്റിമെന്റലായി. മോനെ എന്ന് പിടിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മളെ ശരവണനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാണോ രാധാമണി. എല്ലാ പടക്കവും തീർന്നിട്ട് രാധാമണിയുടെ മനസ്സങ്ങ് തീർന്നു പോയി എന്ന് പറഞ്ഞാൽ മതി. ശങ്കറിന്റെ ഒരു വാക്ക്, എന്താ നിന്റെ പേര്? ശരവണൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായിട്ടോ, ഭയങ്കര സന്തോഷം. മാധവന്റെ മുഖം തെളിഞ്ഞു. ഈ സമയത്താണ് വേണി കയറി വരുന്നത്. വേണിയുടെ വരവ് പിന്നെ പറയണ്ടല്ലോ, ആള് ഭയങ്കര ദേഷ്യത്തിലാണ് കയറി വരുന്നത് തന്നെ. ആ ഗൗരി വക്കീൽ എന്താണേലും ഇവിടെ ഉള്ളത് നന്നായി എന്ന് പറഞ്ഞ് ഈ പേപ്പർ കൊണ്ടുപോയി നേരെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ അത് മറ്റൊന്നുമല്ല, അറസ്റ്റ് വാറന്റ്. അപ്പൊ വേണി ചെറിയമ്മ എന്ന് പറഞ്ഞ് ശരവണനും മോളെ വേണി എന്ന് വിളിച്ച് രാധാമണി, ഗൗരി വക്കീലേ അപ്പൊ ഇത് നോക്കേ എന്താന്ന്. അപ്പൊ കമല ചോദിക്കുകയാണ് എന്താ ഇത് എന്ന് ചോദിച്ചു. അപ്പൊ കമലയോട് ഇങ്ങനെ ഇത് കണ്ടിട്ട് വേഗം സ്റ്റക്കായി നിൽക്കാൻ കേട്ടോ. ഇത് ശേഖരനുള്ള അറസ്റ്റ് വാറണ്ട എന്ന് ഗൗരി തന്നെ ഇവരോട് പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പൊ ഒന്നും വേണ്ടിയില്ല. ആദർശന്റെ കേസില് ഈ മനുഷ്യനെ, എന്റെ മൂത്ത ചേട്ടൻ ശാരങ്ങാട്ട് ശേഖരനെ ഞാൻ അറസ്റ്റ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞു. പാളിന്ന് മനസ്സിലായിട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. എല്ലാവർക്കും ആകെ വിഷമായിട്ടോ. മഹാദേവനും അപ്പൊ വരാനല്ലേടോ പറഞ്ഞത്. അപ്പൊ ശേഖരന്റെ കൈക്ക് കയറി പിടിച്ചു. എന്നിട്ട് വിലങ്ങിടുകയാണ് നമ്മുടെ വേണി. അപ്പൊ ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി. അപ്പൊ രാധാമണിക്ക് ഒന്നിച്ച് നിൽക്കുകയാണ്. വേണി തന്നെയാണോ ഇത് എന്നുള്ള മട്ടില്. അതെ, ഇത് വേണി തന്നെയാണ്. ഗൗരിയെ, നീ ഇപ്പൊ ചാരങ്ങാട്ടുകാരുടെ വക്കീലാണല്ലോ. നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് രക്ഷിച്ച് കാണിക്കുക ഇയാളെ എന്ന് പറഞ്ഞു. വെല്ലുവിളിച്ച് തന്നെയാണ് വേണിമോളെ, ഞാൻ നിന്റെ ചേട്ടനാണ്, അത് നീ മറന്നു പോവരുത് കേട്ടോ എന്ന് പറഞ്ഞു ശേഖരൻ. ഓ, ഈ ഏട്ടന്റെ പെങ്ങളെ താലി കെട്ടിയ ഒരു പാവം മനുഷ്യനെ നിങ്ങൾ കൊല്ലാക്കൊല ചെയ്തപ്പോഴേ എന്റെ ഏട്ടനാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായില്ല അല്ലേ? കൊള്ളാം വേണി, നീ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു രാധാമണി. കോടതി ഉത്തരവാക്ക നടപ്പാക്കുന്നതിൽ നിന്ന് ആരെങ്കിലും എന്നെ തടയാൻ ശ്രമിച്ചാൽ അതാരായെങ്കിലും മുഖം നോക്കാതെ തന്നെ ഞാൻ നടപടി എടുത്തിരിക്കും. ഷോ കാണിക്കാതെ കൂടെ വാന്റെ കൂടപ്പിറപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് ശേഖരനെ വേഗം പിടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അയ്യോ, അവനെ കൊണ്ടുപോകാൻ സമ്മതിക്കരുതേ, ഒന്ന് ചെല്ല് എന്ന് പറഞ്ഞ് വേണിമോളെ അവനെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ രാധാമണി പുറത്ത്. അപ്പൊ ഇവനെ പിടിച്ച് വലിച്ച് അകത്ത് കയറ്റുകയാണ്. എടി വേണി, നീ അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു ഗൗരി. നീ നമ്മുടെ അച്ഛനാ വിളിക്കുന്നത്, ആ വിളി കേൾക്കാതിരിക്കാൻ നിനക്ക് കഴിയുമോ? കഴിയണം ഗൗരി. ആരുടെയും സ്വാധീനത്തിന് വഴങ്ങി ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പാടില്ല. വേണി, ശേഖരനെ രക്ഷിച്ചെടുക്കാൻ നിന്നെ സ്വാധീനിക്കേണ്ട ആവശ്യമൊന്നും നമ്മുടെ അച്ഛനില്ല. ചാരങ്ങാട്ട് മഹാദേവന്റെ ഒറ്റ ഫോൺ കോളില് ഈ അറസ്റ്റ് ചിലപ്പോ നിനക്കിവിടെ നിർത്തേണ്ടി വരുമെന്നും എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നമ്മുടെ അച്ഛൻ ഇനി ഒരിക്കലും അത് ചെയ്യില്ല കേട്ടോ വേണി എന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും നമ്മുടെ അച്ഛൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തെറ്റിന് കൂട്ടു നിൽക്കുകയില്ല. നീ ആദ്യം അത് മനസ്സിലാക്ക. അച്ഛന്റെ അധികാരവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് ശേഖരനെ രക്ഷപ്പെടുത്താനായിട്ടും അച്ഛൻ ശ്രമിക്കില്ല വേണി. നീ ആദ്യം അതൊന്നും മനസ്സിലാക്ക എന്ന് പറഞ്ഞു. അപ്പൊ അവസാനം എന്നിട്ട് വേണി മോള് ഇങ്ങനെ നിൽക്കണം. അപ്പൊ അതേണ്ട നമ്മുടെ മഹാദേവൻ വന്നിട്ട്, വേണിമോളെ നോക്ക്, ഇവിടെ ഈ ശേഖരൻ ആദർശിന്റെ കാര്യത്തില് ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം മോളെ എന്ന് പറഞ്ഞു. നീയേ അവനെ കൊണ്ടുപോയിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ എന്ന് പറഞ്ഞു. നിന്റെ അന്വേഷണത്തിന് തടസ്സപ്പെടുത്താനോ ഇവനെ രക്ഷിച്ചെടുക്കാനോ അച്ഛൻ ഒന്നും തന്നെ ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞു. തെറ്റ് ചെയ്തവൻ ആരാണ് എങ്കിലും അവൻ ശിക്ഷിക്കപ്പെടണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം, അതാണ് ആ നിയമം എന്ന് പറഞ്ഞു. അതുകൊണ്ട്
ഇത് നിന്റെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവനാ ഈ പറയണത്. നിനക്കേ ധൈര്യമായിട്ട് നിനക്ക് അവനെ കൊണ്ടുപോകട്ടോ, കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് വേണി ഇങ്ങനെ ഒന്ന് നോക്കി, എന്നിട്ട് വേണി ഇങ്ങനെ പോവാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ വേണിമോൾ ഇങ്ങനെ പോയപ്പോ, വേണിമോള്, അച്ഛന്റെ വേണിമോളെ എന്നൊരു വിളി. ആ പഴയ ഒരു മഹാദേവൻ ഉണ്ടായിരുന്നു, അതായത് വേണിയുടെ സ്വന്തം അച്ഛൻ. അച്ഛൻ ഒരു പ്രാവശ്യമെങ്കിലും അച്ഛാന്ന് നീ എന്നെ ഒന്ന് സ്നേഹത്തോട് വിളിക്ക് വേണിമോളെ എന്ന് പറഞ്ഞു. പക്ഷെ വേണി ഒന്നും മിണ്ടിയില്ല കേട്ടോ. ആള് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാണ്. മോളെ നോക്ക്, ദേ ഈ ചാരങ്ങാട്ടുണ്ടല്ലോ, നിന്നെ ഈ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അല്ല കേട്ടോ ഈ അച്ഛൻ പറയണത്. നിന്റെ ആദർശന്റെ കാര്യത്തില് അച്ഛൻ നിരപരാധിയാ കേട്ടോ മോളെ. ഒരു തെറ്റും അച്ഛൻ നിന്നോട് ചെയ്തിട്ടില്ല. നിന്നോട് നിന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വേണി? എന്റെ വേണിമോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എനിക്കും ഇഷ്ടമാണ്. വേണിമോൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഈ അച്ഛനും ഇഷ്ടമില്ല. 10ാം ക്ലാസ് പോലും മര്യാദയ്ക്ക് പഠിച്ച് ജയിക്കാതിരുന്ന നിന്നെ ഈ നിലയ്ക്ക് എത്തിച്ചത് നിന്റെ ഭർത്താവ് ആദർശ് തന്നെയാ. അതുകൊണ്ട് അവനോട് എനിക്ക് സ്നേഹ. അങ്ങനെയുള്ള ഒരുത്തനെ അച്ഛൻ എന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ മോളെ എന്ന് ചോദിച്ചു. നീ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ എന്ന് അച്ഛന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവന് വേദനിച്ചാൽ നിനക്കും നിന്റെ കണ്ണ് നിറയുമെന്നും ഈ അച്ഛൻ അറിയാം. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്തെങ്കിലും ചെയ്യോടി എന്ന് ചോദിച്ചു. പക്ഷെ എന്റെ വേണിമോളുടെ കണ്ണ് നിറഞ്ഞാലുണ്ടല്ലോ ഈ അച്ഛനെ തകർന്നു പോവില്ലേടി എന്ന് ചോദിച്ച് മഹാദേവൻ നിന്ന് കരയാണ് കേട്ടോ. എന്നെ വേണിമോളെ, ദേ മോളുടെ കണ്ണ് നിറയുമ്പോഴേ സച്ചൻ സമ്മതിക്കുമെന്ന് നോക്ക് തോന്നുന്നുണ്ടോ? പറയ, നീ എന്നാ മിണ്ടാത്തത്? അച്ഛ എന്ന് വിളിച്ച് അത്രയും നേരം പിടിച്ചു നിന്ന വേണി നമ്മുടെ മഹാദേവനെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയാണ് കേട്ടോ. അത്രയും നേരം പിടിച്ചു നിന്നു ആള്. പക്ഷേങ്കിൽ അത്ര സ്ട്രോങ് ആയി നിന്നെങ്കിലും അച്ഛന്റെ മുന്നിൽ നമ്മുടെ വേണിമോള് വെട്ടുപോയിട്ടോ. ഈ സമയത്തെ നമ്മുടെ കുട്ടിശങ്കരനൂടെ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗൗരിക്ക് സങ്കടം വന്നു കേട്ടോ. അപ്പൊ ഗൗരി അപ്പുറത്ത് നിന്ന് കരയാണ്, വളരെ സങ്കടപ്പെട്ട്. അപ്പൊ മോളെ ഗൗരി, നീ കരയണ്ട കേട്ടോ, നീ സങ്കടപ്പെടണ്ടാടി. എന്റെ കുട്ടിശങ്കരനെ, അവൻ നിന്നെയും നിന്റെ ഈ കുഞ്ഞിനെയും മുന്നാര മോനെയും ഉപേക്ഷിച്ചു പോവാനായിട്ടൊന്നും ഒരിക്കലും കഴിയില്ലടി. അതുകൊണ്ട് അവൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ അടുത്തേക്ക് തന്നെ അവൻ തിരിച്ചു വരൂന്നേ. നമ്മുടെ വടക്കുനാഥനുണ്ടല്ലോ, ആ വടക്കുനാഥനെ നിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും. അല്ലെങ്കിൽ നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഗൗരിക്കും സന്തോഷമൊക്കെ ആയിട്ടോ, ആളും അങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ശരവണനെ നോക്കി ഭയങ്കര സന്തോഷത്തില് അതൊക്കെ ഇങ്ങനെ തൂത്ത് നമ്മുടെ ശങ്കറിനെ ഓർത്ത് തൂത്ത് നിൽക്കുകയാണ് രാധാമണി. പിന്നെ കാണുന്നത് കോർട്ടിലാണ്. അപ്പൊ വേണ്ട നമ്മുടെ ശരവണൻ വാതിക്കൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ ഗൗരീനെ. ശോ, എത്ര നേരമായി അമ്മ വരാന്ന് പറഞ്ഞിട്ട് വരണമില്ലല്ലോ. ഗൗരിയുടെ കാര്യം, ഇന്ന് ക്ലാസ്സിലെ ക്രിസ്മസ് ഫ്രണ്ടിന്റെ പരേഡൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആരാണെന്ന് അറിയുമ്പോ അമ്മയൊന്ന് ഞെട്ടും. അവളെനിക്ക് തന്ന ഗിഫ്റ്റ് കാണുമ്പോ നമ്മുടെ അമ്മ എന്തൊട്ടാവോ എന്നോ പറയണത്. ജസ്റ്റ് ഒരു ഫ്രണ്ട്, ആ തൽക്കാലം അങ്ങനെ മാത്രം അമ്മയോട് പറഞ്ഞാൽ മതി. അല്ലാതെ അമ്മ ഞങ്ങളെ കണ്ടുപിടിക്കുമെന്നാ. അമ്മേ വക്കീല് ബുദ്ധിയല്ലേ, ആള് പുലിയാ. ഞങ്ങളുടെ കുഞ്ഞു പ്രേമം അമ്മ പൊക്കുമെന്ന് മിക്കവാറും എനിക്ക് ഉറപ്പാ. സ്കൂള് പൂട്ടിയിട്ട് കുറ്റമ്പള്ളിയില് പുൽക്കൂടും ഡെക്കറേഷൻസും ഒക്കെ രാത്രി കാണിക്കാമെന്ന് അമ്മ പറഞ്ഞതാ. അതുകൊണ്ട് ആ ഡെക്കറേഷനിലാണ് നമ്മുടെ ക്ലാവും വരാന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഇനി വരുമായിരിക്കും. ശോ, അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ് ആള്. അല്ല, ഇനിയിപ്പൊ അമ്മയെങ്ങാനും പറ്റിക്കുവോ? അപ്പോഴാണ് ഒരു ക്രിസ്മസ് പാപ്പയുടെ വരവ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കരോൾ സംഘം ഇങ്ങനെ വരുന്നു, വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി ആൾക്ക്. ശരവണനും ആ കൂടെ ചെന്ന് ഡാൻസ് ഒക്കെ കളിച്ചു. അപ്പൊ ക്രിസ്മസ് പാപ്പ കെട്ടിപ്പിടിച്ചൊരു ഹഗ്ഗൊക്കെ കൊടുത്തു. എന്നിട്ട് ഒരു സമ്മാനവും കൂടി നമ്മുടെ ശരവണന് കൊടുക്കുകയാണ്. അപ്പൊ ഇതും വാങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ഈ പാപ്പ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു പോവാണ്. അപ്പോഴാണ് ഗൗരി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മോനെ ശരവണ എന്നൊരു വിളി. ഈ ശരവണ എന്ന് വിളിച്ചപ്പോഴത്തേനും ഈ പാപ്പ അവിടെ നിന്നു കേട്ടോ. അപ്പൊ എവിടെയോ എന്തോ ഒരു സ്ട്രൈക്ക് ചെയ്തതുപോലെ, ഒരു സ്റ്റക്കായതുപോലെ അമ്മേ എന്ന് വിളിച്ചോണ്ട് ഇവൻ ഓടി അങ്ങോട്ടേക്ക് ചെന്നു. അമ്മയുടെ ശരവണന് ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ? ആ, എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ ഗിഫ്റ്റ് ഒക്കെ തന്നല്ലോ. അമ്മയ്ക്ക് ഞാൻ ആ ക്രിസ്മസ് അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരാട്ടോ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിത്തരാന്നേ? എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേടാ നീ, എന്റെ പൊന്നു മുത്ത്.
അപ്പൊ കെട്ടിപ്പിടിച്ച് നമ്മുടെ ശരവണനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുവാണ്. അപ്പോഴേക്കും അത് മറ്റാരും അല്ല കേട്ടോ, നമ്മുടെ ശങ്കർബായി തന്നെയാണ്. ആള് മാസ്ക് ഇങ്ങനെ മാറ്റി ഗൗരിയെ കണ്ടു. ആളുടെ മൈൻഡില് പെട്ടെന്ന് എവിടെയോ എങ്ങനെയോ ഒരു സ്ട്രൈക്ക് ചെയ്തു ഈ ശബ്ദം. ഈ ശബ്ദം ശങ്കറിന്റെ മനസ്സിന്റെ ഉള്ളിനുള്ളില് അഗാധമായി പതിഞ്ഞു കിടക്കുന്ന ഒരു ശബ്ദമാണ് നമ്മുടെ ഗൗരിയുടെ ശബ്ദം. അപ്പൊ ഈ ശരവണ എന്നുള്ള ഒരു വിളി നമ്മുടെ ശങ്കറിന്റെ കണ്ണ് തുറപ്പിച്ചു എന്ന് തന്നെ പറയാം. ശങ്കർ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്നിട്ട് ആളുടെ നാവിൽ നിന്ന് ഗൗരി ഗൗരി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇന്നത്തെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ശങ്കറും ഗൗരിയും കൂടി ഒന്നിക്കാണ്. അപ്പൊ അതോടെ അടിപൊളി വിശേഷം അവസാനിക്കാണ് കേട്ടോ. അപ്പൊ ഇനി പവിത്രത്തിന്റെ വിശേഷങ്ങളും സ്നേഹക്കൂടിന്റെ വിശേഷങ്ങളും ഒക്കെ ഞാൻ എല്ലാ ദിവസവും ഇടുന്നതായിരിക്കും. ഇതിനെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പവിത്രം നല്ല അടിപൊളിയാട്ടോ. അപ്പൊ എല്ലാവരും വിശേഷങ്ങളൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.